ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു റിയാസ് കിച്ചൺ വൈബ്സ്. ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു കേക്കിന്റെ റെസിപ്പിയാണ്. വാനില സ്പഞ്ച് ബേസ് ആയിട്ട് ഐസിങ് ചെയ്തിട്ടുള്ള ഒരു കേക്കാണിത്. തുടക്കക്കാർക്ക് പോലും ഈസി ഇനി ഇത് പ്രീഹീറ്റ് ചെയ്തിട്ടിരിക്കുന്ന ഒരു തവയിലേക്കാണ് വെച്ചു കൊടുക്കുന്നത്. 5 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ ഇത് പ്രീഹീറ്റ് ചെയ്തായിരിക്കണേ. കേക്ക് മിക്സ് വെച്ചതിന് ശേഷം ഫ്ലെയിം കുറയ്ക്കണം. ലോ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് കേക്ക് ബേക്ക് ചെയ്യേണ്ടത്. ഇത് അടച്ചു വെക്കാം. ഈ ലിഡിൽ ഒരു ഹോൾ ഉണ്ട്, അതും അടച്ചു കൊടുക്കേണ്ടതില്ല. കേക്ക് ലോ ഫ്ലെയിമിൽ മാത്രമേ ബേക്ക് ചെയ്യാവൂ, അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും. ഏകദേശം ഇതൊരു 45 മിനിറ്റ് എടുക്കും ബേക്കായി വരാനായിട്ട്. ഒരു 30 മിനിറ്റ് കഴിയാതെ ഒരു കാരണവശാലും ഈ ലിഡ് തുറന്ന് നോക്കരുത്. നേരത്തെ തുറന്ന് നോക്കിയാൽ ഇത് ബേക്കായി വരുന്ന സമയമായിരിക്കും. കേക്ക് താണു പോവാൻ സാധ്യതയുണ്ട്. കേക്ക് ആയോ എന്നറിയാനായിട്ട് ഒരു 45 മിനിറ്റ് ഒക്കെ ആവുന്ന സമയത്ത് ഒരു ടൂത്ത് പിക്ക് ഉപയോഗിച്ചൊന്ന് കുത്തി നോക്കാം. അതിൽ കേക്ക് മിക്സ് ഒട്ടും പറ്റുന്നില്ലെങ്കിൽ കേക്ക് നന്നായിട്ട് ബേക്ക് ആയിട്ടുണ്ട്. ഒന്ന് ആറി കഴിയുമ്പം ഒരു പ്ലേറ്റിലേക്ക് കമത്തിയിട്ട് എടുക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് ആവശ്യമായ വിപ്പിംഗ് ക്രീം ബീറ്റ് ചെയ്തെടുക്കാൻ പോവാണ്. ഞാൻ ഇവിടെ 1.5 കപ്പ് വിപ്പിംഗ് ക്രീം ആണ് എടുത്തിരിക്കുന്നത്. ഇത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഒരു 5-6 മിനിറ്റ് എടുക്കും ഇത് നന്നായിട്ട് സ്റ്റിഫായി വരാനായിട്ട്. ക്രീമിന് നല്ല തണുപ്പുണ്ടായിരിക്കണം, എന്നാൽ മാത്രമേ സ്റ്റിഫായി കിട്ടത്തുള്ളൂ. ഞാൻ ഈ പാത്രത്തിലേക്ക് വിപ്പിംഗ് ക്രീം 5 മണിക്കൂർ മുമ്പ് മാറ്റിയിട്ട് ഫ്രീസറിൽ വെച്ചിരിക്കുകയായിരുന്നു. ഒരു 15 മിനിറ്റ് മുമ്പാണ് ഇത് പുറത്തേക്ക് എടുത്ത് വെച്ചത്.
ഇതിലേക്ക് 2 ടീസ്പൂൺ പഞ്ചസാര പൊടിച്ചതോടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. തണുപ്പിച്ച ഗ്ലാസ് ബൗളിൽ ഒഴിച്ചു കൊടുത്ത് ക്രീം ബീറ്റ് ചെയ്താൽ പെട്ടെന്ന് തന്നെ സ്റ്റിഫായി കിട്ടും. അതുകൊണ്ടാണ് ഞാൻ ഈ പാത്രത്തിൽ ഫ്രീസറിൽ സൂക്ഷിച്ചത്. 15 മിനിറ്റ് പുറത്ത് വെച്ച് കഴിയുമ്പോഴത്തേക്ക് ക്രീം ലൂസ് ആയിക്കോളും. പിന്നെ ഈ ബീറ്ററിനൊന്നും ഒട്ടും നനവ് കാണാൻ പാടില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ ക്രീം നന്നായിട്ട് സ്റ്റിഫായി വരത്തില്ല. നിങ്ങളുടെ ഇലക്ട്രിക് ബീറ്റർ ഇല്ലെങ്കിൽ വിസ്ക് ഉപയോഗിച്ചും ചെയ്യാൻ പറ്റും. പക്ഷെ അത് കുറച്ച് പാടാണ്, കുറച്ച് താമസം എടുക്കും. അല്ലെങ്കിൽ നിങ്ങൾക്ക് മിക്സിയുടെ വലിയ ജാർ ഉപയോഗിച്ചും ക്രീം ബീറ്റ് ചെയ്തെടുക്കാൻ പറ്റും. നന്നായിട്ട് തുടച്ചെടുത്ത ജാറ് 5 മണിക്കൂർ ഫ്രീസറിൽ സൂക്ഷിക്കണം. എന്നിട്ട് അതിൽ ക്രീം ബീറ്റ് ചെയ്തെടുത്താൽ നന്നായിട്ട് സ്റ്റിഫായി വരും. ഇപ്പൊ ക്രീം നന്നായിട്ട് സ്റ്റിഫായി വന്നിട്ടുണ്ട്. ഈ പാത്രം മെല്ലെ ഒന്ന് കമത്തി നോക്കിയാൽ പുറത്തേക്ക് ക്രീം വരുന്നില്ലെങ്കിൽ ഇത് നന്നായിട്ട് സ്റ്റിഫായിട്ടുണ്ടെന്നാണ് അർത്ഥം. ഇനി ഇതൊരു 15 മിനിറ്റത്തേക്ക് ഫ്രിഡ്ജിലേക്ക് മാറ്റി വെക്കാം. ഫ്രീസറിലാണെങ്കിൽ 5-6 മിനിറ്റ് വെച്ചാൽ മതി. ഇതൊന്നുകൂടെ ഒന്ന് തണുത്തിട്ട് വേണം ഉപയോഗിക്കാനായിട്ട്. ഇനി ഈ വാനില സ്പഞ്ച് ഒന്ന് കട്ട് ചെയ്തെടുക്കണം. ഇതിപ്പോ 2 ലെയർ ആക്കാനുള്ളതേ ഉള്ളൂ. നമ്മൾ ഇപ്പം ബേക്ക് ചെയ്ത സ്പഞ്ച് അല്ല ഇത്, അത് തണുത്തു വരുന്നതേ ഉള്ളൂ. ഇത് ഞാൻ ഇന്നലെ തന്നെ ബേക്ക് ചെയ്ത് ഫ്രിഡ്ജിൽ സൂക്ഷിച്ചിരുന്നതാണ്. ഇത് കുറച്ചുകൂടി വലിയൊരു പാനിലാണ് ഞാൻ ബേക്ക് ചെയ്തെടുത്തത്. നിങ്ങൾക്കും ഇങ്ങനെ നേരത്തെ തന്നെ സ്പഞ്ച് ഉണ്ടാക്കി ഫ്രിഡ്ജ് വെക്കാവുന്നതാണ്. ഒരു ദിവസം ഇരുന്നതിന് ശേഷം സ്പഞ്ച് മുറിക്കുമ്പോഴാണ് ആ ഒരു ടേസ്റ്റ് ഒക്കെ കിട്ടുന്നത്. ഇതുപോലൊരു കത്തി ഉപയോഗിച്ച് അങ്ങ് മുറിച്ചെടുത്താൽ മതിയേ. ഇപ്പൊ കറക്റ്റ് ആയിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഷുഗർ സിറപ്പ് ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ട് സോക്ക് ചെയ്തെടുക്കണേ, എന്നാലേ ഈ സ്പഞ്ച് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടത്തുള്ളൂ. ഇനി ഷുഗർ സിറപ്പ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് അറിയാൻ മേലാത്തവർക്ക് വേണ്ടി പറയാണ്. 1/2 കപ്പ് പഞ്ചസാരയിലേക്ക് 1 കപ്പ് വെള്ളം ചേർത്ത് സ്റ്റൗവിൽ വെക്കുക. നിങ്ങൾക്ക് ഈ കേക്ക് കുറച്ച് ദിവസത്തേക്ക് സൂക്ഷിക്കേണ്ടതാണെങ്കിൽ ഈ വെള്ളം തിളയ്ക്കണം. അല്ലെങ്കിൽ പഞ്ചസാര ഒന്ന് അലിഞ്ഞു വരുന്നത് വരെ ചെയ്താൽ മതി. എന്നിട്ട് ഇത് ആറിയതിനു ശേഷം ഫ്രിഡ്ജ് വെച്ച് നന്നായിട്ട് തണുപ്പിച്ചെടുക്കണം. അങ്ങനെ തണുപ്പിച്ചെടുത്ത ഷുഗർ സിറപ്പാണ് ഇതിലേക്ക് സോക്ക് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നത്. 2 സ്പഞ്ചും ഇതുപോലെ തന്നെ സോക്ക് ചെയ്തെടുക്കണം. എന്നിട്ട് ഇതൊരു 10 മിനിറ്റത്തേക്ക് മാറ്റി വെക്കാം. ആ സമയം കൊണ്ട് ഈ സ്പഞ്ചിലേക്ക് ഈ ഷുഗർ സിറപ്പ് ഒക്കെ നന്നായിട്ട് ഇറങ്ങും. ഇപ്പം 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഒരു ടേണിംഗ് ടേബിളിന്റെ മുകളിലേക്ക് ഒരു കേക്ക് ബോർഡ് വെച്ചിട്ട് അതിലേക്ക് ഒരു സ്പഞ്ച് വെച്ചു കൊടുക്കാം. ഇനി സ്പഞ്ച് ഒക്കെ എടുക്കുമ്പോൾ സൂക്ഷിച്ചു വേണം. ഷുഗർ സിറപ്പിൽ നന്നായിട്ട് സോക്ക് ചെയ്തുകൊണ്ട് ഇത് പൊട്ടിപ്പോകാൻ സാധ്യതയുണ്ട്. തണുപ്പിച്ച് വെച്ചിരിക്കുന്ന വിപ്പിംഗ് ക്രീം തേച്ചു കൊടുക്കാം. താഴത്തെ ലെയറിലൊന്നും ഒരുപാട് വിപ്പിംഗ് ക്രീം തേക്കേണ്ട കാര്യമില്ല. നന്നായിട്ട് ഫില്ല് ചെയ്യുന്നത് പോലെ തേച്ചെടുത്താൽ മതിയാവും. ഇനി നിങ്ങൾക്ക് ടേണിംഗ് ടേബിൾ ഇല്ലെങ്കിൽ ചെയ്യേണ്ടത്, നമ്മൾ സ്കൂളിലൊക്കെ ചോറ് കൊണ്ടുപോകാൻ ഉപയോഗിക്കുന്ന റൗണ്ടിലുള്ള ഒരു ടിഫിൻ ഉണ്ടല്ലോ, അത് കമത്തി വെച്ചിട്ട് അതിന്റെ മുകളിലേക്ക് ഒരു സ്റ്റീൽ പ്ലേറ്റ് വെച്ചു കൊടുക്കാം. എന്നിട്ട് നോക്കണം നമുക്കത് വട്ടം കറക്കാൻ പറ്റുന്നുണ്ടോ നോക്കുക. അത് ടേണിംഗ് ടേബിൾ ആയിട്ട് ഉപയോഗിക്കാവുന്നതാണ്. പിന്നെ നിങ്ങളുടെ കയ്യിൽ കേക്ക് ബോർഡ് ഇല്ലെങ്കിൽ ചെയ്യേണ്ടത്, ഇച്ചിരി കട്ടിയുള്ള ഹാർഡ് ബോർഡിന്റെ ഒരു പീസ് എടുത്തിട്ട് അത് കുറച്ച് അലൂമിനിയം ഫോയിൽ പേപ്പർ കൊണ്ടൊന്ന് കവർ ചെയ്യുക. എന്നിട്ട് അത് കേക്ക് ബോർഡായിട്ട് ഉപയോഗിക്കാവുന്നതാണ്. പിന്നെ നിങ്ങളുടെ കയ്യിൽ ഇതുപോലെ വിപ്പിംഗ് ക്രീം സ്പ്രെഡ് ചെയ്യാനുള്ളതില്ലെങ്കിൽ സാധാരണ വീട്ടിൽ ഉപയോഗിക്കുന്ന കത്തി നന്നായിട്ടൊന്ന് കഴുകി ഇതുപോലെ ഉപയോഗിച്ചാൽ മതിയാവും. പിച്ചാത്തി ഉപയോഗിച്ച് ചെയ്താലും നന്നായിട്ട് തന്നെ ചെയ്യാൻ പറ്റും. കേക്ക് ബോർഡിലേക്ക് ക്രീം ഒന്നും ആവാതിരിക്കാൻ വേണ്ടി ഞാനിപ്പോൾ എല്ലാ സൈഡിലും ബട്ടർ പേപ്പർ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇപ്പം ക്രീം നന്നായിട്ട് തന്നെ സ്പഞ്ചിലെല്ലാം ഫില്ല് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതിന്റെ മുകളിലേക്ക് കുറച്ച് ഫ്രൂട്ട് ക്രഷ് ഞാൻ ഉപയോഗിക്കുന്നുണ്ട്. ഞാനിവിടെ പ്ലമ്മിന്റെ ക്രഷാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇത് ഞാൻ വീട്ടിൽ തയ്യാറാക്കിയ ക്രഷാണ്. ഇത് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഏത് ഫ്രൂട്ടാണോ ഉപയോഗിക്കുന്നത് അതും കുറച്ച് പഞ്ചസാരയും കൂടെ നന്നായിട്ട് മിക്സിയുടെ ജാറിൽ വെള്ളം ചേർക്കാതെ അടിച്ചെടുക്കണം. ഈ കേക്കിന് വേണ്ട ക്രഷ് മാത്രമേ ഞാനിപ്പോൾ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളൂ. ഞാനിവിടെ 2 പ്ലം ആണ് ഉപയോഗിച്ചിരുന്നത്. അതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടി ഇട്ട് മിക്സിയുടെ ജാറിൽ നന്നായിട്ട് അടിച്ചെടുത്തു. എന്നിട്ട് അത് അരിച്ചെടുത്തിട്ട് നന്നായിട്ട് അടുപ്പത്ത് വെച്ച് കുറുക്കിയെടുത്തു. കൂടുതലായിട്ട് ക്രഷ് ഉണ്ടാക്കി എടുക്കുന്നുണ്ടെങ്കിൽ കുറുകി വരുന്ന സമയത്ത് 1 ടേബിൾ സ്പൂൺ നാരങ്ങാ നീരൂടെ ചേർത്താൽ മതി. എന്നിട്ട് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാൻ പറ്റും. നിങ്ങൾക്ക് ഏത് ഫ്രൂട്ടാണോ വേണ്ടത് അത് ഈ രീതി ചെയ്തെടുക്കാവുന്നതാണ്.
എടുത്ത് വെക്കുക. അതിലേക്ക് വേറൊരു പാത്രത്തിൽ ചോക്ലേറ്റ് ഇട്ട് ഇറക്കി വെക്കണം. എന്നിട്ടൊരു സ്പൂൺ കൊണ്ട് ഇളക്കി കൊടുത്താൽ മതി, അത് മെൽറ്റായി വന്നോളും. ചോക്ലേറ്റ് വെക്കാൻ ഉപയോഗിക്കുന്ന പാത്രവും അതുപോലെ തന്നെ സ്പൂണും ഒട്ടും കേക്ക് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊരു അരമണിക്കൂർ ഫ്രീസറിൽ സൂക്ഷിച്ചതിന് ശേഷമേ കട്ട് ചെയ്യാവൂ. ഇതെല്ലാം ഒന്ന് സെറ്റ് ആയി വരാൻ അത്രയും സമയം എടുക്കും. അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം. വളരെ സോഫ്റ്റ് ആയിട്ടുള്ള കേക്കാണിത്. സൂപ്പർ ടേസ്റ്റും ആണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാക്കി നോക്കാൻ പറ്റുന്ന സിമ്പിൾ ഒരു കേക്കാണിത്. ക്രിസ്മസിന് സാധാരണ നമ്മൾ പ്ലം കേക്ക് ഒക്കെയാണ് ഉണ്ടാക്കുന്നത്. പക്ഷെ കുട്ടികൾക്കൊക്കെ ഇതുപോലത്തെ കേക്ക് ആയിരിക്കും കൂടുതൽ ഇഷ്ടം. ഇതാവുമ്പോൾ വലിയ പാടൊന്നുമില്ല. ആദ്യമായിട്ട് ചെയ്യുന്നവർക്കും ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു കേക്കാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് പറയണേ. അപ്പോൾ ഇന്നത്തെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ നമ്മളുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ്. ഇനി ഒരു അടിപൊളി ഡിഷുമായിട്ട് നമുക്ക് കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.